സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് നമ്മളെ തന്നെ ഈ ആരാധനയിലേക്ക് സമർപ്പിക്കുക. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തീർത്ഥാടനത്തിലെ പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ ശാരീരിക സാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കൂടെ ഓൺലൈനിലെ പ്രാർത്ഥിക്കുന്നവരെയും ഈ ഉടമ്പടി ആരാധനയിലേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, ഇക്കാലത്ത് നിന്റെ പ്രത്യേകമായ സാന്നിധ്യവും വചനത്തിന്റെ പ്രത്യേക വിരുന്നും വിശേഷ ഭക്ഷണവും നൽകി ഞങ്ങളുടെ കാലഘട്ടത്തെ പരിപോഷിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ ആരാധന നിമിഷം മുഴുവനും ആരെല്ലാം ഓൺലൈനില് എപ്പോഴെല്ലാം ആരാധന കൂടുന്നുവോ അവിടെ കണ്ണുനീരും ഇപ്പോൾ ഞങ്ങള് ആരാധനയില് അമ്മയുടെ മാധ്യസ്ഥത്തില് സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിൽ ആരാധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കുടികൊള്ളുന്ന ഉടമ്പടി പേടകത്തിന്റെ കുടികൊള്ളുന്ന അങ്ങയുടെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങള് അനുഭവങ്ങളായി വിടുതലായി പുറപ്പാടിന്റെ പുസ്തകത്തിലെ പോലെ തീത്തൂണായി മേഘസ്തംഭമായി ചെങ്കടൽ പിളർത്തി യോർദാൻ പിളർത്തി അനുഭവത്തിന്റെ അനുഗ്രഹത്തിന്റെ വാഗ്ദാന നാട് പ്രവേശിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ചരിത്രത്തിലൂടെ ഇന്ന് യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം ദൈവമേ, നിനക്ക് സ്തോത്രം, നിനക്ക് നന്ദി, നിനക്ക് ആരാധന. സ്തുതിക്കട്ടെ. എല്ലാം കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രഷർ രോഗികൾ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. മറാത്ത തലവേദനയുള്ളവര്, ഉറക്കമില്ലാത്തവരൊക്കെ ശിരസിൽ കൈവച്ചൊരു പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി പ്രാർത്ഥിക്കട്ടെ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. രക്തസാക്ഷിയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ, ഓരോ മകന്റെ പേരും മകളുടെ പേരും കർത്താവേ അങ്ങയുടെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ അണിപ്പെടുതാർന്ന വലതുകരം, അത്ഭുതകരം, അടയാളം കാണിക്കുന്ന കരം, കാറ്റിന്റെ മേൽ ഉയർത്തിയ കരം കർത്താവേ, കാറ്റിന്റെ മേൽ ഉയർത്തിയ കരം, കടലിന്റെ മീതെ കാറ്റിന്റെ മേൽ ഉയർത്തിയ കരങ്ങളെല്ലാം കർത്താവേ ഇപ്പോൾ ഉയരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ഒരു വഴി കാണുന്നില്ല. മനസ്സിലെ ഭാരം, ജീവിതത്തെ തടസ്സം, എങ്ങോട്ട് പോണമെന്നറിയത്തില്ല. അകപ്പാടെ കുഴങ്ങി മറഞ്ഞ് കർത്താവ് വിഷമിച്ച് അങ്ങയുടെ ദൃശ്യത കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ ശത്രുക്കളുടെ കർത്താവെ ഈ ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലെ പോകാൻ പറയുന്ന കർത്താവിന്റെ സ്വരങ്ങൾ കർത്താവ് അഭിഷേക സ്വരം കർത്താവ്, ഈ അഭിഷേക നിമിഷം കർത്താവ് അവരുടെ മക്കൾക്ക് അടഞ്ഞുപോയ വാതിൽ തുറക്കുകയും കർത്താവ് തുറന്ന വാതില് അടക്കേണ്ട വാതിലുകൾ അടഞ്ഞു തന്നെ പോകാൻ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കണ്ണത്തിലൂടെ ശ്രുതികട്ടെ. ഈ മരുയാത്ര, ഈ മരുഭൂമിയിലെ യാത്രയാണ്. തണലില്ലാത്ത യാത്രയാണ്. തണൽ മരങ്ങൾ വെട്ടി വീഴ്ത്തപ്പെട്ട യാത്രയാണ്. നടക്കുന്ന തറ പൊള്ളുന്ന യാത്രയാണ്. വെയിലുരുക്കി വീഴുന്ന യാത്രയാണ്. മുരിഞ്ഞു തീരുന്ന യാത്രയാണ്. അപ്പോഴൊക്കെ വിശ്വാസി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? നിൻ്റെ കൃപ മതി എനിക്ക്. അത് ആഴമാർന്നൊരു എന്ന് നീ ചോദിക്കുന്നുവോ അപ്പോൾ നിനക്ക് അഭിഷേകം ലഭിച്ചിരിക്കും. കാരണം കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നീ എത്തേണ്ട സ്ഥലം എത്തണം വരെ നിനക്ക് വേണ്ട വയാത്തിക്കവും യാത്രാഭക്ഷണം കർത്താവിൻ്റെ കൃപയാണ്.
അത് വട്ട് എവർ മേ ബി ദ കണ്ടീഷൻ യു ആർ അണ്ടർഗോയിങ്, നീ എന്ത് രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നീ വിചാരിക്കും അത് തന്നെ ഇപ്പം നടന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്ന് വിചാരിക്കും. പക്ഷെ കർത്താവ് പറയും നീ ചാകത്തില്ല, നീ സർവൈവ് ചെയ്യുമെന്ന് പറയും. ഒരു വ്യക്തിയെ സർവൈവ് ചെയ്യിക്കുന്നത്, അതിജീവിപ്പിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. കൈയടിച്ച് കർത്താവ് നിൻ്റെ കണ്ടീഷൻ തന്നെയാണ്. രോഗമാകാം, പീഡയാകാം, സാമ്പത്തിക കടമാകാം, ജപ്തി നടപടിയാകാം, എന്ത് കണ്ടീഷനുമാകാം. ഇതിനെല്ലാം ആകെത്തുഴകയായിട്ട് സിംഗിൾ ആൻഡ് കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മളുണ്ടാക്കിയതല്ല, ദൈവം ഉണ്ടാക്കിയതാണ്. ദൈവം നടത്തി തന്ന പേരാണ് ദാൻ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഇത് എന്നൊരു വിശ്വാസി അതിൻ്റെ അന്തർധാരകളെ മനസ്സിലാക്കുന്നുവോ അന്നാണ് നമുക്ക് അഭിഷേകം ലഭിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ലഭിക്കാം. ഒന്ന് അനുഗ്രഹം, ദാറ്റ് മേ ബി യൂസ് ആൻഡ് ഗോ. അത് അനുഗ്രഹം എന്ത് ഞങ്ങൾക്ക് ലഭിച്ചാലും അത് നമ്മൾ ഡിസ്പോസിബിളാണ്, എല്ലാ ബ്ലെസ്സിങ്സ് അല്ല. അനുഗ്രഹത്തിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്ന താൽക്കാലിക സന്തോഷം അങ്ങ് നിലനിൽക്കണമെന്നില്ല. അതിൻ്റെ ആനുകൂല്യങ്ങൾ നിലനിന്നാലും അതിൻ്റെ ആന്തരിക സന്തോഷം നിലനിൽക്കണമെന്നില്ല. ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദി ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. അതാണ് അനുഗ്രഹത്തിൻ്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത്. പക്ഷേ അഭിഷേകം അങ്ങനെയല്ല. അഭിഷേകം നിനക്ക് നൽകപ്പെട്ടാൽ അത് നൽകപ്പെടുന്നത് നിൻ്റെ ശരീരത്തിനല്ല, നിൻ്റെ ആത്മാവിനാണ്. അത് അങ്ങ് നിലനിൽക്കാം, എൻഡ്യൂറിങ് ആണ്. An anointing is enduring. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിലനിൽക്കുന്ന അഭിഷേകത്താൽ, സുവിശേഷം പറയുന്ന പുതിയ അഭിഷേകത്താൽ, അങ്ങയുടെ ദാസനെയും ദാസിയെയും പ്രഭാതത്തിൽ അഭിഷേകം ചെയ്യണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, അമ്മയിൽ നിറഞ്ഞു വിളങ്ങിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നിറയാൻ വേണ്ടി ഇപ്പോൾ മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ അമ്മയുടെ മാധ്യസ്ഥത്തില് പ്രസാദിച്ചുകൊണ്ട് അപ്പാ ദൈവപിതാവേ, കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവിടുത്തെ തിരുമുറിവിന്റെ പീഡാനുഭവങ്ങളുടെ തിരുമരണത്തിന്റെ ശക്തിയായ കൃപ ഞങ്ങളുടെ കൊഴുകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പം നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. പരീക്ഷ ടെൻഷനാകാം, റിസൾട്ട് വരാൻ പോകുന്ന ടെൻഷനാകാം, അല്ലെങ്കിൽ ബാങ്കുകാരൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള വിരട്ടലിനുകൊണ്ട് ടെൻഷനാകാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഓപ്പറേഷൻ ഡേറ്റ് ഇട്ടതിൻ്റെ ടെൻഷനാകാം. എല്ലാ ടെൻഷൻ. ഈ ടെൻഷൻ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാം. ഒന്ന്, ഇതിനെ നമുക്ക് അവേർഷനോടുകൂടി ഇതിനെ സമീപിക്കാം. ഇതിനെ ഒരു എടുത്തു മാറ്റപ്പെടേണ്ട നമുക്ക് വെറുക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എടുക്കാം. പക്ഷെ അത് അപ്പം കൃപയായിട്ട് കൺവെർട്ട് ചെയ്യത്തില്ല. ചിലപ്പോൾ അത് ദൈവം എടുത്ത് മാറ്റുമ്പോൾ അത് ബ്ലെസ്സിങ്സായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ ദൈവാംശമായിട്ട് നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിനക്കതിൻ്റെ അഭിഷേകമാണ് ലഭിക്കണമെങ്കിൽ അത് ദൈവാംശമായി നിലനിൽക്കും. ദൈവത്തിന് എപ്പോഴും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിഷേകം വന്നായിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര ധൈര്യമല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത്, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 രജിത എലിസബത്ത് വർഗീസിൻ്റെ ഒരു സാക്ഷിയാണ്. നമ്മുടെ മണർകാട് പള്ളിയിലെ ഒരു യാക്കോബ സഹോദരിയാണ്. അവരുടെ സാക്ഷ്യം എന്നല്ലേ, അവരുടെ സാക്ഷ്യം അവരുടെ മകളുടെ, ഇവർ നാട്ടിലില്ല, അപ്പം മകളാണ് നാട്ടിലുള്ളത്. അവളുടെ വിദ്യാഭ്യാസം അത്രയ്ക്ക് ശരിയാകണില്ല. അപ്പോൾ അമ്മ ഒരു കൊല്ലം മുമ്പ് അവർക്ക്
46 വയസ്സുണ്ടായിരുന്ന കാലത്ത്, കഴിഞ്ഞ കൊല്ലം, ഇപ്പോൾ അവർക്ക് 47 വയസ്സായി. 46 വയസ്സുണ്ടായിരുന്ന കാലത്ത് അവർ 18 വർഷത്തോളവും ഒരിടത്തും പോകാതെ വീട്ടിൽ തന്നെ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് 18 വർഷത്തോളം വീട്ടിൽ തന്നെ താമസിച്ച്. വെച്ചാൽ അവരൊരിടത്തും വിടത്തില്ലായിരുന്നു, അവർക്കൊരിടത്തും പോകാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ പ്രൊഫഷൻ അങ്ങ് കുലച്ച് മുരണ്ടുപോയി. വല്ലാത്തൊരവസ്ഥയാണ്. 18 വർഷം എന്നൊക്കെ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഡെഡ് ബോഡി പോലെ പോകും. അമ്മ ഇതെന്നിട്ട് അതിലവസാനമാണ് ഇവൾ ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അപ്പോൾ ഒരു കണക്കിന് ജപമാല ഒന്നും ചെല്ലാത്ത വീടല്ലേ, ആ വീട്ടുകാരെ കെട്ടിച്ച വീട്ടുകാരും അങ്ങനെ ഇതുപോലെയുള്ള ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ദൈവമായിട്ട് ഉള്ള ആൾക്കാരല്ല. അവൾ സാക്ഷ്യത്തെ പറഞ്ഞാണ്, ഞാൻ അവരെ കുറ്റം പറയുകയല്ല. അവളുടെ പഴയ സാക്ഷ്യങ്ങളിലുണ്ട്. എലിസബത്തിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഒരു കൊല്ലം മുമ്പൊരു സാക്ഷ്യം അവൾ പറഞ്ഞ് അവസാനിപ്പിക്കണ ഇതാണ്, ഞാൻ വീണ്ടും വരും അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയാനെന്നും പറഞ്ഞാണ്. അവരൊക്കെ അതിങ്ങനെ അഭിഷേകം കിട്ടിയ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണത്. അഭിഷേകം കിട്ടിയ ആൾക്കാർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവളുടെ ശരീരത്തിൽ തന്നെ ഇപ്പോൾ ഒമാനിലാണ് വർക്ക് ചെയ്യണത്. അവളുടെ കാലിൽ വല്ലാത്തൊരു തടിപ്പും ഒരു മുഴയും ഒക്കെയാണ്. തടിപ്പ്, അത് പിന്നെ കളറ് മാറി നമ്മൾ ക്യാൻസറിൻ്റെ ഒക്കെ രീതിയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പഴുപ്പണെ പുറത്ത് തന്നെയുമില്ല, വേദന മാറണമില്ല, കാലേന്നീ പാട് മാറുന്നുമില്ല, അതെല്ലാം കല്ല് പോലെ കിടക്കി. അപ്പോൾ ഇവളെ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ അവൾ തീരുമാനിച്ചതാണ്, മാതാവ് ഇത് സുഖപ്പെടുത്തും, പക്ഷേ അതിനു മുമ്പ് ഞാനിത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കണ്ടേ. ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഈ അനുഗ്രഹവും അഭിഷേകവും തമ്മിൽ അനുഭവതലത്തിൽ ഭയങ്കര വേരിയേഷൻസാണ്. അഭിഷേകം കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു ഐഡിയ നേരത്തെ വരും. അങ്ങനെയാണ് ഉത്കണ്ഠ പോകണത്. വെറുതെ ഉത്കണ്ഠ പോകത്തില്ല, വെറുതെ നിരാശ പോകത്തില്ല. അത് ദൈവം നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആത്മാവ് നമുക്ക് നേരത്തെ ഒരു ഇൻറ്റിമേഷൻ തരും. അപ്പോൾ ഇൻറ്റിമേഷൻ മാതാവ് എടുത്തു മാറ്റാനും പോകുന്നു എന്ന് അവർക്ക് ഇൻറ്റിമേഷൻ കിട്ടി. അപ്പോൾ അത് ആദ്യം ചെയ്ത നടപടി എന്താണ്? അമ്മ എടുത്ത് മാറ്റിയെന്ന് എനിക്ക് നാട്ടുകാരോട് പറയണ്ടേ. അതിനുവേണ്ടി മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കും. മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് അമ്മേനെ കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങും ആളിറങ്ങിയിട്ട് ട്രോളി ബാഗും പിടിച്ചിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് ശുശ്രൂഷ അത് അങ്ങനെ ഷെഡ്യൂൾഡ് ശുശ്രൂഷ നടക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ ചിലർ പറയില്ല അച്ഛനെ കാണണം എന്നൊക്കെ പറയലേ. അച്ഛനെ കാണണം എന്നൊക്കെ പറയുന്നത് അഭിഷേക ലെവലിലുള്ള ആൾക്കാരല്ല, അനുഗ്രഹ ലെവലിലുള്ള ആൾക്കാരാണ്. അഭിഷേക ലെവലിലുള്ള ആൾക്കാർ അമ്മയെ കാണത്തുള്ളൂ. അവരതാണ് അത് വ്യത്യാസമുണ്ട് ശരിക്കും. അപ്പോഴേ അവർ വന്നിച്ചും പറഞ്ഞ് അമ്മേ കാല് കാണിച്ചിട്ട് പോയി, വേറെ പ്രശ്നമൊന്നുമില്ല, കാല് കാണിച്ചിട്ട് പോയി. ഒരു കൊല്ലത്തെ അനുഗ്രഹത്തിന് നന്ദിയും പറഞ്ഞ് കാല് കാണിച്ചിട്ട് പിന്നെ ട്രോളി ബാഗ് എടുത്ത് കാറെ കയറി ആൾ വീട്ടിൽ പോയി. മകളോട് പറഞ്ഞ് അമ്മയെ ഞാൻ കാല് കാണിച്ചിട്ടുണ്ട്, ഇനി ചികിത്സ വേണോ വേണ്ടോയെന്ന് അമ്മയാണ് നിശ്ചയിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാല് നോക്കിയപ്പോൾ ഈ സംഭവമില്ല അവിടെ. അപ്പോൾ ഇതിനാണ് ഈ അഭിഷേകം. ഞാൻ അഭിഷേകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അഭിഷേകം എന്ന് വെച്ചാൽ ഇതൊരു ബന്ധമാണ്. ആദ്യം ഒരു പേഴ്സണൽ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള സാന്നിധ്യ സംവേദനങ്ങൾക്കാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. സാന്നിധ്യം മാത്രമല്ല, ഈ ആന്തരിക സാന്നിധ്യത്തിൽ നിന്ന് സംവേദിപ്പിച്ചുകൊണ്ടിരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംവേദിക്കണമെങ്കിൽ പേഴ്സണൽ റിലേഷൻസ് വേണം. ആ റിലേഷൻസ് എന്ന് പറയുന്നത് ഇവരുടെ റിലേഷൻ ലെവൽ ഭയങ്കര വേറെ ഒരു ലെവലാണ്. കാര്യം അവളെ തീയിൽ നിന്ന് കരിഞ്ഞ് ഇറങ്ങി വന്നിട്ട് അമ്മ ഒന്നേം തുടങ്ങി എല്ലാം റീസെറ്റ് ചെയ്തുകൊണ്ട് അമ്മ ആരാണെന്ന് അവൾക്ക് നല്ല ശരിക്കറിയാം. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ മകൾ അവളോട് ഒമാനിൽ വെച്ച് പറയും അമ്മ ഹോൾ ടിക്കറ്റ് കിട്ടിയെന്ന് പറയും. അപ്പം ഇവളുടെ പഠിത്തത്തിന് അത്രയ്ക്ക് മെച്ചമല്ല, ഇപ്പോഴേ ഇവളുടെ അമ്മ ഇവിടെ ഇല്ലല്ലോ താനും.
ഇപ്പം മകളുടെ +1 എന്തോ ഹോൾ ടിക്കറ്റാണ്, 10ാം ക്ലാസ്സിൽ ഹോൾ ടിക്കറ്റാണ്. പക്ഷേ എടുത്ത ശ്വാസത്തിൽ ഇവള് മകളോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നീ അത് എന്നെ കാണിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയല്ലെന്ന് പറയും. അതാണ് ആ ഡയലോഗിൻ്റെ വെട്ടിമുറിച്ചുള്ള പോക്ക് കണ്ടില്ലേ. നീ അതെന്നെ കാണിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയല്ല, നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്ന ഒരാളുണ്ട്, അയാളാണ് നിൻ്റെ അമ്മ, അവരെ കാണിക്കാൻ പറയും. ഇതാണ് റിലേഷൻസിൻ്റെ പോക്ക്. ഇതിനാണ് അഭിഷേക നിലവാരം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വ്യക്തിപരമായ അമ്മ ബന്ധത്തിന്റെ അഭിഷേക തലത്തിലേക്ക് ഞങ്ങളെ നീ സ്വകാര്യമായി ഉയർത്തണമേ. ദൈവത്തെ നീ സ്നേഹത്തോടെ അനുഭവിച്ച് കഴിയുമ്പോൾ നിൻ്റെ ചങ്കിങ്ങനെ പഠിക്കേണ്ടും. അപ്പം നമ്മൾ തന്നെ അറിയാതെ പാടും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നലത്തെ കുരിശുകൾ ഇന്നത്തെ കൃപയായി മാറും. മനസ്സിലായില്ലേ? ഇന്നലത്തെ ബൈബിളെന്ന് പറയണതേ ഒരിക്കലും എനിക്ക് ജീവിക്കാനും തോന്നണില്ല, മരിക്കാനും തോന്നാത്തൊരവസ്ഥയാണ്. കാര്യം ജീവിക്കാൻ തോന്നാത്തതെന്ന് കഴിഞ്ഞാൽ, ഇതിൽ ജീവിക്കണ ദൈവത്തിൻ്റെ അടുത്ത് പോകുകയാണായിരിക്കും എപ്പോഴും അഭിഷിക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം. പക്ഷെ മരിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനം, മധുരമായ വചനം ഇനിയും അറിയാത്തവരെ അറിയിക്കുന്നതായിരിക്കും ഒരു അഭിഷിക്തൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രയ്ക്ക് സൂപ്പറാണ്. ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളോട്, ഈ അഭിഷേകം കിട്ടിയാൽ ഇന്നലത്തെ കുരിശുകൾ ഇന്നത്തെ കൃപയായി മാറുമെന്ന്. സത്യം പറഞ്ഞാൽ ബൈബിള് മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ, കുരിശില്ല, കൃപ മാത്രമാണ്. ഒരു കുരിശിന് നിനക്ക് കൃപയായിട്ട് എപ്പോഴാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, അപ്പം നീ ക്രിസ്ത്യാനിയായിരിക്കും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? എന്താണ് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ സബ്ജക്റ്റ്. ഇപ്പോൾ ആത്മാവല്ലേ ഈ വചനം തന്നത്. ആത്മാവ് എന്താ പറഞ്ഞത് കഴിഞ്ഞാൽ, ഇന്നലത്തെ കുരിശാണ് ഇന്നത്തെ കൃപ. അത് ഞാൻ പറയണതാണ്. ഇന്നലത്തെ കുരിശാണ്. ഇന്നലെ എന്ത് സംഭവിച്ചോ അത് ഇന്നലെയും ഇന്നും ഒക്കെ നമുക്ക് ചിലപ്പോൾ ദുഃഖകരമായ കാര്യമാകാം. പക്ഷേ ഒരു സ്വർഗാനുഭവത്തിൻ്റെ നമ്മൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ പറയണത്, അവിടുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കും. എപ്പോഴാണ് കണ്ണുനീര് ഒപ്പിയെടുക്കപ്പെടുന്നത്? കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മൾക്കത് അനുഭവമാതി തീരുമ്പോഴാണ് നമ്മുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്നത്. ഇപ്പം കൃപയുടെ അനുഭവവും സ്വർഗാനുഭവവും ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. 45 തിരുവചനം 5 വായിച്ചോളൂ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. ആര് പറയണതാണിത്? ജോസഫ് അല്ലേ? പഴയ നിയമത്തിലെ ജോസഫ് പറയണ. ആരോട് പറയണതാണ്? സഹോദരന്മാരോട് പറയണതാണ്. എന്താ സംഭവിച്ചത്? അങ്ങേരെ കുഞ്ഞുനാളിൽ അവർ വിറ്റ് കളഞ്ഞു അല്ലേ? കുഞ്ഞുനാളിൽ സംഭവിച്ച ഒരു കാര്യമാണ് അത്. ഇപ്പോൾ സങ്കടമായിട്ട് ആണ് ഇപ്പോൾ അവർക്ക് ചേട്ടന്മാർക്ക് തോന്നണത്. അപ്പോൾ ജോസഫിനെ കർത്താവ് കൊടുത്തൊരു അഭിഷേകം എന്താണ്? എന്താ പറയണത്? എന്നെ ഇവിടെ വിറ്റതിനെ ഓർത്ത്, പറഞ്ഞോളൂ, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. അപ്പോൾ ഇന്നലെ സംഭവിച്ച ഒരു സങ്കടത്തെ ഓർത്ത് നിങ്ങൾ വിഷാദിക്കരുത്. അത് ജോസഫിനോട് മാത്രം പറയണതല്ല, ഏകദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാവരോടും പറയണതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ച ഒരു വിഷയത്തെ ഓർത്ത് ഇന്ന് വിഷാദിക്കരുതെന്ന്. എന്താ കാര്യം? ആ കുരിശുകൾക്കെല്ലാം കൺവേർഷൻ സംഭവിക്കാൻ കൃപയിലേക്ക് കുരിശിനെ സംബന്ധിച്ചിടത്തോളം ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസേ ഉള്ളൂ. എന്താണത്? കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. കുരിശ് കൃപയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശാപമായിട്ട് മാറും. വിശ്വാസത്തിൻ്റെ ഒരു വില അതാണ്. വിശ്വാസം
ഈ കുരിശിലേക്ക്, ആ കുരിശ് തൂങ്ങി പാവത്തിന് പരിഹാരം ചെയ്ത് മരിച്ചവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോഴേ ആണ് ഈ കുരിശ് കൺവേർട്ട് ചെയ്ത് ശാപമാകാതെ അത് കൃപയായി മാറണത്. അതാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്ലേശങ്ങൾക്ക് സംഭവിക്കുന്ന രൂപാന്തരീകരണങ്ങൾ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സമയങ്ങളിലെ ശ്വാസം വ്യാപി മാറ്റുവാൻ നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഒരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുടല് പിരിഞ്ഞു പോണതുപോലെയും ചില ഞരമ്പുകൾ ആന്തരിക അവയവങ്ങളിലെ നിർജീവമായിട്ട് അതിൻ്റെ പ്രവർത്തനരഹിതമായിട്ട് ചുരുണ്ട് കിടക്കുന്ന സന്ദേശമുണ്ട്. ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവ് ഈ നിമിഷം അവരെ സുഖപ്പെടുത്താം. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. നല്ലവനായ ഈശ്വരന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോഴേ കർത്താവ് കുടലുകൾ ചുരുണ്ട് പോയിട്ടുള്ള വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നവരായാലും ഓൺലൈനായാലും കർത്താവിൻ്റെ അനുപ്രധാന വലതു കരത്താൽ സ്പർശിക്കണമേ. ഞരമ്പുകൾ കുരുങ്ങിപ്പോയവരെ, ഞരമ്പുകൾ കുരുങ്ങിപ്പോയവരെ, കെട്ടുവെച്ചവരെ, ഞരമ്പുകൾ ഞങ്ങിപ്പോയവരെ, അമർന്നു പോയവരെ, ജാമായി പോയവരെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ, 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 ശ്രുതികട്ടെ. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഒരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്. 45:5 വീണ്ടും വായിക്കുക. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഉൽപ്പത്തി 45:5. എന്നെ ഇവിടെ വിറ്റതോർത്ത് വീണ്ടും പ്രാർത്ഥിക്കുക. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. എന്താണ് കഴിഞ്ഞകാല ക്ലേശങ്ങളെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ വേർഷൻ എന്താണ്? കർത്താവിൻ്റെ വചനം എന്താ പറയണത്? കഴിഞ്ഞ കാലത്ത് എന്ത് സംഭവിച്ചു? ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്, ഇല്ലേ? ചിലപ്പോൾ പരീക്ഷയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, ആ ഗൈഡിൻ്റെയോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെയോ പ്രത്യേക താല്പര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഠനപരാജയം ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പരാജയം ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഇതിന് എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ ഇകഴ്ത്തലുകളും സുവിശേഷ വിഹിതമായി സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സുവിശേഷ വിഹിതം എന്ന് പറയുമ്പോഴെന്താ? സുവിശേഷ വിഹിതമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. നമ്മോട് ചേർത്ത് വെച്ചല്ല, എന്നോട് അങ്ങനെ ചെയ്തതെന്നല്ലേ പറയണത്. അനിയത്തിനെ പഠിപ്പിച്ചു, ചേർത്തിനെ പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചില്ലേ? അപ്പോൾ എന്നോട് ചേർത്ത് വെച്ചാണ് അവർ റെഫർ ചെയ്യണത്, ഇല്ലേ? അപ്പൻ എല്ലാവരുടെയും വീട്ടിൽ പോയി, അമ്മ അവരുടെ പ്രസവത്തിന് കാനഡയിൽ പോയി. ഞാൻ നാട്ടിൽ പ്രസവിച്ചു, എന്നെ കാണാൻ വന്നില്ല. അപ്പം അമ്മ വരാഞ്ഞതല്ല, അവരെ കിടപ്പായിരുന്നു ആ സമയത്തെ. അവർക്ക് അങ്ങനെ വരുന്ന ശുശ്രൂഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നു. ആരോഗ്യമുള്ള കാലത്താണ് ചേടത്തി പ്രസവിച്ചത്. അനിയത്തിൻ്റെ പ്രസവ കാലമായപ്പോൾ അമ്മ ഭാഗത്തായി. പക്ഷേ അതൊക്കെ ഇവർക്ക് അറിയാം. എന്നാലും അത് വെച്ചോണ്ടൊരു ഒരു വിലപേശലാണ്. അമ്മയല്ലേ, ദാറ്റ് മീൻസ് ഇത് എന്നോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം മറ്റുള്ളവരെ നിങ്ങൾ പഴിക്കുമ്പോഴും അവരങ്ങനെ ചെയ്തു എന്നോട് എന്ന് പറയുമ്പോഴും ബേസിക്കായിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്?
ആ സങ്കടങ്ങളെ നിങ്ങളോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ സുവിശേഷ വിഹിതമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് കുരിശ് കൃപയാക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ്. അപ്പോൾ നമ്മോട് ചേർക്കാൻ പറ്റത്തില്ല. പിന്നെ ആരോട് ചേർക്കണം? ക്രിസ്തുവിനോട് ചേർക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറയണത്. എന്താ പറയണത്? ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ പോരായ്മ എന്ത് സംഭവിച്ചു? ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു. അപ്പോഴേ ക്രിസ്തുവിനോടാണ് ചേർക്കണത്. എൻ്റെ ശരീരത്തിൽ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല ക്രിസ്തുവാണെന്ന് ജീവിക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ആ ക്രിസ്തുവിനോടാണ് ചേർത്ത് വെക്കണത്. മാനുഷികമായ പൗലോസിനോടല്ല ചേർത്ത് വെച്ചിരിക്കണത്. അതായത് എല്ലാം ക്രിസ്തുവിനോട് ചേർക്കപ്പെടേണ്ടതാണ്. നിൻ്റെ പരാജയം, നിൻ്റെ തോൽവി, മറ്റുള്ളവർ നിന്നോട് കാണിച്ച പാരവെപ്പും സൂചിവെപ്പും, നിന്നെ പാർശ്വവൽക്കരിച്ചതെല്ലാം, നിൻ്റെ എല്ലാ സ്ക്രാപ്പായിട്ടുള്ള എല്ലാ ഐറ്റംസും നീ ചേർക്കപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേര് ക്രിസ്തുവെന്നാണ്. അവൻ മരണം കൊണ്ട് അവസാനിപ്പിക്കാത്ത കൊണ്ടാണ് അവനെ ക്രിസ്തുവെന്ന് വിളിക്കേണ്ടത്. അവൻ്റെ പേരെന്ന് പറയണത് കർത്താവാണ്. ക്രിസ്തു കർത്താവാകണത് എപ്പോഴാണ്? അഭിഷിക്തൻ കർത്താവായി ഈശോമിശിഹായാകണത് എപ്പോഴാണ്? അവൻ മരണത്തിന് പരിഹാരം ചെയ്തിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് അവൻ കർത്താവായിട്ട് മാറണത്. കൈയിട്ടിച്ച് കർത്താവിനെ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. അത് ഭയങ്കരമായൊരു വചനമാണ്. 45:5 ഉൽപ്പത്തി പുസ്തകം എന്താണ്? ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ദൈവമാണ് എന്നെ. അപ്പം നിങ്ങളല്ല, നിങ്ങൾ ഉപകരണമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ദൈവം ഉണ്ടായിരുന്നെന്നാണ് പറയണത്. എല്ലാ തോൽവിയുടെയും പരാജയത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരു വിശ്വാസിക്ക് ദൈവത്തെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നീ ഒരു മനുഷ്യനെയാണ് കാണുന്നുണ്ടെങ്കിൽ നീ ഒരു വിശ്വാസിയെ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാ പരാജയങ്ങളുടെ പിന്നിൽ ഇപ്പം നിനക്ക് കാനഡയിൽ പോകാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചോ? പറ്റിയില്ല. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. വസ്തു വിൽക്കാൻ അപ്പം സംഭവിച്ചില്ല, അതിന് ചേടത്തിൽ സംഭവിച്ചില്ല. ഞങ്ങളുടെ ഓഹരി തന്നിട്ട് വിറ്റാൽ മതി, വിൽക്കുക തുലക്കുക എന്ത് വേണം ചെയ്തോ, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് തരാനുള്ള തന്നേക്കാൻ പറയും. ബെൻഡിങ് ഇടുമ്പോൾ അപ്പൻ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മോന്തം കയറ്റി അപ്പൻ്റെ അടുത്ത് പറയും, ഇത് അവർ പറഞ്ഞ് കേട്ടില്ലേ, എനിക്ക് അന്ന് സഹായിച്ചെങ്കിൽ ഞാൻ ഇന്ന് എവിടെ ഇരുന്നേ? എവിടെ ഇരിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങൾ എവിടെ ഇരുന്നാലും ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കൈ ഇടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഭൂതകാലങ്ങൾ സംഭവിച്ചിട്ടുള്ള കുരിശിനെ വർത്തമാനകാലത്തെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ക്രിസ്തു.